തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് കോർപ്പറേഷൻ മേയർ വി രാജേഷ്. കഴിഞ്ഞ ഭരണസമിതി ഭവന നിർമ്മാണത്തിനായി ഇഷ്ടികകൾ വിതരണം ചെയ്തത് പ്രായോഗികമായിരുന്നോ എന്ന് പരിശോധിക്കുമെന്നും മേയർ 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അത് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ തവണ നമുക്ക് എത്രത്തോളം അത് ഗുണകരമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അതോടൊപ്പം തന്നെ സെക്രട്ടറി ഉൾപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മുതിർന്ന ഘടകങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചർച്ച നടക്കുകയാണ്. ഏറെക്കുറെ ചില കാര്യങ്ങൾ മാത്രമാണ് ഫൈനലൈസ് ചെയ്തത്. മറ്റൊന്ന് ഞങ്ങൾ എല്ലാ 2 ദിവസത്തിലും ഒരിക്കലും ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ, മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. LDF ഭരണസമിതി ഇഷ്ടികകൾ ഭവന നിർമ്മാണത്തിനായി നൽകിയതിനെ നേരത്തെ BJP എതിർത്തിരുന്നു. റിനു ശ്രീധർ വിവരങ്ങൾ വെച്ചിരുന്നു. റിനു, ചില വ്യാജ വിവരങ്ങൾ കൂടി അന്ന് പുറത്തു വന്നായിരുന്നു, ഈ ഇഷ്ടിക മറച്ചു വയ്ക്കുന്നു എന്നൊക്കെയുള്ള. അങ്ങനെയൊന്നും അല്ല എന്ന് പലയാവർ തെളിഞ്ഞെങ്കിലും ഇഷ്ടികകൾ പൊട്ടിച്ചു കളയണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളൊക്കെ കേട്ടതാണ്. 10 പേര് പാവങ്ങൾ വീട് വെച്ചാൽ ഇഷ്ടിക കൊണ്ട് അങ്ങനെ ഗുണമുണ്ടാവുമെങ്കിൽ എന്തിനാണ് അതിൽ മാറിച്ചിന്ത? റിനു. തീർച്ചയായിട്ടും ഹാഷ്മി, ഈ ഇഷ്ടിക വിവാദം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ വിവാദമായി മാറിയ ഒരു സാഹചര്യം കൂടിയാണ് കഴിഞ്ഞ ഭരണസമിതി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ശേഖരിക്കുന്ന ചുടുകല്ല് അല്ലെങ്കിൽ ഈ കട്ട ശേഖരിച്ചു വെച്ചതിന് ശേഷം സാധാരണക്കാരായിട്ടുള്ളവർക്ക് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്ക് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് മേയർ വി രാജേഷ് നമ്മളോട് പറഞ്ഞത്. ഒപ്പം കഴിഞ്ഞ തവണ ഈ വിതരണം ചെയ്തത് പ്രായോഗികമായിരുന്നോ എന്നുള്ളത് പരിശോധിക്കുമെന്നും മേയർ 24നോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അത് തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ച് അതിലൊരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. കാശ്മീർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതി ഇത്തരമൊരു തീരുമാനം എടുത്തപ്പോൾ ഈ പൊങ്കാലയ്ക്ക് ശേഷം ചുടുകട്ട പൊട്ടിച്ച് കളയണം, കൊടുക്കരുത് എന്ന് അടക്കം BJP ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് LDF ആരോപിച്ചത്. അത് ശരിവെക്കുന്ന ചില വീഡിയോ സഹിതം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും BJP തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഭരണമായി എത്തിക്കഴിഞ്ഞു. അവർ ഈ ചുടുകല്ല് കൊടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. നിലവിൽ അതിലൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മേയർ വി രാജേഷ് പറയുന്നത്. ആലോചിച്ച് അതിലൊരു തീരുമാനം എടുക്കും എന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.